ഹലോ മക്കളെ, നമ്മളിന്ന് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 5 ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ മീൻസ് ടെക്സ്റ്റ് മാറിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് അയോൺ ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി കാഥോഡ്? താഴെ പറയുന്നതിൽ കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അയോൺസ് ഏതാണ്? അപ്പോൾ ഇതേതാ ടോപ്പിക് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്ലോറൈഡ് അയോൺ ആണോ, ഓക്സൈഡ് അയോൺ ആണോ, ഫ്ലൂറൈഡ് അയോൺ ആണോ, സോഡിയം അയോൺ ആണോ? അപ്പോൾ നമുക്കറിയാം കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോളിറ്റിക് സെല്ലുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് അട്രാക്റ്റ് ആവുക ആരാണ്? പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിരിക്കും. ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ആദ്യത്തെ 3 പേരും നെഗറ്റീവ് അയോണാണ്. നാലാമത്തെ ആള് സോഡിയം അയോണാണ്, പോസിറ്റീവ് അയോൺ. അതുകൊണ്ട് സോഡിയം അയോൺ ആയിരിക്കും കാഥോഡിലേക്ക് അട്രാക്റ്റ് ആവുക കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആൻഡ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻസ് ആർ ഇലക്ട്രോലൈസ്ഡ് സെപ്പറേറ്റ്ലി. ഓക്കെ, വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഒബ്റ്റെയിൻ അറ്റ് ആനോഡ് ഇൻ ബോത്ത് കേസ്? രണ്ട് കേസിലും ആനോഡിൽ ഏത് സബ്സ്റ്റൻസ് ആണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. സിമ്പിളാണ്. ഈ ടോപ്പിക്കിൽ ഞാൻ 2 ഷോർട്ട് ഫോം പറഞ്ഞു തരുന്നു, ACCSഉം ACCHഉം. ഇതിന് ഫുൾ ഫോം ആനോഡിൽ ക്ലോറിൻ. 2 കേസിലും ആനോഡിൽ ക്ലോറിൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ക്ലോറിൻ. ഷോർട്ട് ഫോം അറിയുന്ന ഒരാൾക്ക് ആൻസർ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇലക്ട്രോളിറ്റിക് സെൽ? ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ, gold is coated over a copper spoon by electrolysis. Name this process. ഓക്കെ മക്കളെ, നമ്മൾ ഗോൾഡിനെ കോപ്പർ സ്പൂണിന്റെ മുകളിൽ കോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക് ഏതാണെന്നൊരു ഐഡിയ കിട്ടണം. ദിസ് ഇസ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണിത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നെയിം ദിസ് പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ടോപ്പിക് എന്താ ആൻസർ? ഇലക്ട്രോ പ്ലേറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി? അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിയിൽ കണക്ട് ചെയ്യേണ്ടത് ആരെയാണ്? ഏത് മെറ്റലിനെയാണോ നമുക്ക് കോട്ട് ചെയ്യേണ്ടത്, മെറ്റൽ യൂസ്ഡ് ഫോർ കോട്ടിങ്, അതിനെയാണ് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആരാണ് യൂസ്ഡ് ഫോർ കോട്ടിങ്? ഗോൾഡ് അല്ലേ. അപ്പം പോസിറ്റീവ് ടെർമിനൽ ആരാ വരിക? ഗോൾഡ്. നെഗറ്റീവിൽ ആരാ വരിക? കോപ്പർ. ഇനി അടുത്ത്, വിച്ച് ഇസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ? ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, മെറ്റൽ യൂസ്ഡ് ഫോർ കോട്ടിങ്, അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക, സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഗോൾഡിൻ്റെ ഇലക്ട്രോലൈറ്റ് ഏതാണത്? മിക്സ്ചർ ഓഫ് ഗോൾഡ് സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ. അടുത്ത് നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം, 2 ഹാഫ് സെല്ലുകളുണ്ട്, 2 ബീക്കർ ഉണ്ട്, ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, 2 ഇലക്ട്രോഡ് ഉണ്ട്. ഇത് ഗാൽവനിക് സെല്ലിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 1, ഐഡന്റിഫൈ ദ മെറ്റൽ എ ആൻഡ് ബി. മെറ്റൽ എയും ബിയും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ മുകളിൽ തന്നിട്ടുണ്ട് നമുക്ക് Fe കോപ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ആനോഡിൽ ഉണ്ടാവുക, റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ കാഥോഡിൽ ഉണ്ടാവും. ഇതിൽ ഏതാണ് ആനോഡ് ഏതാണ് കാഥോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ് ആയിരിക്കും ആനോഡ്. അപ്പോൾ എ ആണ് ആനോഡ്, ബി കാഥോഡാണ്. എയിൽ വരിക മക്കളെ Fe ആണ്, ബിയിൽ വരിക കോപ്പറാണ്. അടുത്ത്, വിച്ച് മെറ്റൽ ആക്ട് ആസ് ആനോഡ്? അയൺ, അതായത് Fe. Write down the equation showing the reduction reaction taking place in the cell. അപ്പോൾ റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലായിരിക്കും. കോപ്പറാണ് കാഥോഡിലുള്ളത്. കോപ്പറിന്റെ റിഡക്ഷൻ റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. പഠിച്ചു വെക്കണം, ഇതാണ് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് കേട്ടോ. അപ്പോൾ ആ ഇലക്ട്രോൺ കൊടുക്കേണ്ടത് നമ്മൾ ഏരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഏരോ മാർക്കിന്റെ റൈറ്റ് സൈഡിലാണ് ഇലക്ട്രോൺ കൊടുക്കുന്നതെങ്കിൽ അത് ഓക്സിഡേഷൻ ആയിരിക്കും. അടുത്ത്, റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഗാൽവനിക് സെല്ലിൽ ഇലക്ട്രോണിന്റെ ഫ്ലോ എവിടുന്ന് എവിടേക്ക് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഓൾവേസ് ഫ്രം ആനോഡ് ടു കാഥോഡ് ആയിരിക്കും. അപ്പോൾ ആനോഡിൽ Fe അല്ലേ, സോ Fe to Cu ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദി പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോവിങ്. ക്വസ്റ്റ്യൻ ചിത്രം കണ്ടാൽ തന്നെ അറിയാം, ഇത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കോപ്പറോടാണ്, നെഗറ്റീവിൽ അയൺ ബാങ്കിളാണ്. വിച്ച് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ആസ് എൻ ഇലക്ട്രോലൈറ്റ്? പോസിറ്റീവ് ടെർമിനലിൽ ആരെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അയാളുടെ സൊല്യൂഷൻ ആയിരിക്കും ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് കോപ്പർ അല്ലേ. അപ്പോൾ കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ് ഓഫ് ദിസ് സെൽ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം. സോ കാഥോഡിൽ നമുക്ക് അറിയാം, കാഥോഡിൽ ഉണ്ടായിരിക്കുക
കോപ്പർ ആയതുകൊണ്ട് തന്നെ കോപ്പറിൻ്റെ റിയാക്ഷനാണ് നമുക്കിവിടെ കാഥോഡിലും ആനോഡിലും ചോദിച്ചാലും നമ്മൾ റിയാക്ഷൻ കൊടുക്കേണ്ടത് മെറ്റൽ യൂസ്ഡ് ഫോർ കോട്ടിങ്. പോസിറ്റീവ് ടെർമിനലിൽ ഏത് മെറ്റലാണോ വരുന്നത് ആ മെറ്റലിൻ്റെ റിയാക്ഷൻ തന്നെ എഴുതിയാൽ മതി. ആനോഡിൽ അതിൻ്റെ ഓക്സിഡേഷൻ എഴുതുക, കാഥോഡിലാണെങ്കിൽ റിഡക്ഷൻ എഴുതുക. കോപ്പറല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, അപ്പോൾ കോപ്പറിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ എഴുതിയാൽ മതി. Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഈ ആനോഡിലെ റിയാക്ഷനാണ് ചോദിക്കുന്നതെങ്കിലോ നേരെ തിരിച്ച് ചെയ്താൽ Cu gives Cu2++ 2 ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ എമംഗ് ദി ഫോളോവിങ് വിഗ്രസ്ലി റിയാക്ട് വിത്ത് ഡൈലൂട്ട് HCl? ഡൈലൂട്ട് HCl-യുമായിട്ട് വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യുന്ന മെറ്റൽ താഴെ പറയുന്നതിൽ ഏതാണ്? Fe ആണോ, Zn ആണോ, Mg ആണോ, Pb ആണോ? അപ്പോൾ ഇത് റിയാക്ടിവിറ്റി ഓർഡറിൻ്റെ ബേസിലാണ്. ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കും കൂടുതൽ വിഗ്രസ് ആയിട്ട് റിയാക്ട് ചെയ്യുക. സോ ആൻസർ ഈസ് മെഗ്നീഷ്യം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് തമ്മിലുള്ള റിയാക്ഷൻ ഇത് Mg+2HCl ഗീവ്സ് MgCl2+H2. അടുത്ത റിയാക്ഷൻ 3 ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം ഇതാണ്, വിച്ച് അയോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദിസ് സൊല്യൂഷൻ? ഈ സൊല്യൂഷനുകൾക്ക് ബ്ലൂ കളർ ഉണ്ടാവും. അതിന് കാരണക്കാരൻ ആരാണ്? നമുക്കറിയാം എല്ലാത്തിലും സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് അല്ലേ. അപ്പോൾ അതിന് കാരണക്കാരനായിട്ടുള്ള അയോൺ ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റിലെ അയോൺ Cu2+ ആണ്. കോപ്പർ സൾഫേറ്റിൽ 2 അയോൺസ് ഉണ്ട്, ഒന്ന് Cu2+ഉം SO4 2-ഉം. അടുത്ത, ഇൻ വിച്ച് ബീക്കർ ഡസ് ദ കളർ ചേഞ്ച് ഒക്കർ? കളർ ചേഞ്ച് നടക്കുന്നത് ഏത് ബീക്കറിലായിരിക്കും? A ആണോ, B ആണോ, C ആണോ? എവിടെയാണോ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുക അവിടെയാണ് കളർ ചേഞ്ച് വരിക. അപ്പോൾ നിങ്ങൾ നോക്ക്, എയിൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. സിയിൽ നടക്കുമോ? ഇല്ല. കാരണം സിൽവറിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്. റിയാക്ടിവിറ്റി കൂടിയ ആൾ Fe അല്ലേ. സോ ബീക്കർ ബിയിലാണ് റിയാക്ഷൻ നടക്കുക. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഇതിന് കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്യുക. Fe+CuSO4. ഇനി Cuവിനെ അവിടെ നിന്ന് മാറ്റുക, എന്നിട്ട് അവിടെ Feനെ കൊണ്ടുവെക്കുക. Cu+FeSO4. ഇനി അടുത്ത, ഡിഫറെൻറ്റ് ഗാൽവനിക് സെൽസ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ദി മെറ്റൽ Cu, Fe ആൻഡ് Ag. വിച്ച് മെറ്റൽ ആക്ട് ആസ് ഓൺലി കാഥോഡ്? കാഥോഡായിട്ട് ആരായിരിക്കും ആക്ട് ആവുക? ഓൾവേസ് സിൽവർ ആയിരിക്കും, കാരണം സിൽവറിൻ്റെ റിയാക്ടിവിറ്റി കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് വെൻ മെറ്റൽ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ആസിഡ്? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് പുറത്തേക്ക് വരിക? ഒരേ മക്കളെ, മെറ്റലും ആസിഡും റിയാക്ട് ചെയ്താൽ പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസാണ്. അടുത്ത, ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് കണ്ടക്റ്റഡ്. മോൾട്ടൺ ആണ്. മോൾട്ടൺ എന്ന് പറഞ്ഞാൽ ഉരുകിയ സോഡിയം ക്ലോറൈഡ്. അവിടെ 2 അയോൺസ് ഉണ്ടാവുക, Na+ഉം Cl-ഉം. വേറെ ആരും അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ആർ ദ അയോൺസ്? അതന്നെ ചോദ്യം. വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ്? ആൻസർ Na+, Cl-. വിച്ച് ഇസ് ദ ഗ്യാസ് ലിബറേറ്റഡ് അറ്റ് പോസിറ്റീവ് ഇലക്ട്രോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്? പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ആരാണ്? ആനോഡാണ്. ആനോഡിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ച ഷോർട്ട് ഫോം പ്രകാരം മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ ഷോർട്ട് ഫോം എന്താണ്? ACCS, ആനോഡിൽ ക്ലോറിൻ. ഓക്കെ, ആൻസർ ഈസ് ക്ലോറിൻ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്? കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. കാഥോഡിൽ ആരാ ഉണ്ടാവുക? ACCS അല്ലേ. കാഥോഡിൽ സോഡിയം ഉണ്ടാവുക. സോഡിയത്തിന് റിഡക്ഷൻ എഴുതി കൊടുക്കണം. Na++, 1 ഇലക്ട്രോൺ ഗീവ്സ് Na. അടുത്തത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ഓൺ an അയൺ ബാങ്കിൾ? അയൺ ബാങ്കിളിൻ്റെ മുകളിൽ സിൽവറിനെ കോട്ട് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുക? സിൽവറിൻ്റെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. സിൽവറിൻ്റെ ഇലക്ട്രോലൈറ്റ് ഏതാണ്? മിക്സ്ചർ ഓഫ് ഒന്നെങ്കിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണ് ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്തായിരിക്കും? കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. അടുത്തത് വീണ്ടും മോൾട്ടൺ സോഡിയം ക്ലോറൈഡിലെ ചോദ്യമാണ്. ഞാനത് പറയുന്നില്ല, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത്, മുകളിൽ കൊടുത്തിരിക്കുന്ന മെറ്റൽസിൽ ഏറ്റവും വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യാറാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ മെഗ്നീഷ്യ ആണ്. ഏത് ഗ്യാസാണ്? ഹൈഡ്രജൻ ആണ്. ഇനി ഇവിടെ വേറെ ചോദ്യമുണ്ട്. 3 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. 3 ടെസ്റ്റ് ട്യൂബിലും അയൺ നെയിലുണ്ട്. സൊല്യൂഷൻസ് ഡിഫറെൻ്റ് ആണ്. ഒന്നാമതിൽ ZnSO4, അടുത്തിൽ FeSO4, അടുത്തിൽ കോപ്പർ സൾഫേറ്റ് ആണ്. ഇനി ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് അയൺ നെയിൽ അണ്ടർഗോസ് എ കളർ ചേഞ്ച്? ഏതിലായിരിക്കും കളർ ചേഞ്ച് നടക്കുക? ഏതിലാണോ റിയാക്ഷൻ നടക്കുക അവിടെയാണ് കളർ ചേഞ്ച് നടക്കുക അല്ലേ. സോ ഹിയർ ടെസ്റ്റ് ട്യൂബ് എയിൽ റിയാക്ഷൻ നടക്കില്ല, കാരണം അയണിന് സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്. ബിയിൽ നടക്കില്ല, സിയിൽ നടക്കും. സോ ടെസ്റ്റ് ട്യൂബ് C. റൈറ്റ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അത് കെമിക്കൽ ഇക്വേഷൻ ഏതാ പറഞ്ഞാൽ Fe+CuSO4 gives Cu+FeSO4. വീണ്ടും ഒരു ഗാൽവാനിക് സെല്ലിലെ ചോദ്യമാണ്. ആനോഡും കാഥോഡും ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത്. ആനോഡ് സിങ്ക് ആണ്, കാഥോഡ് Cu ആണ്. എന്തുകൊണ്ട്? റിയാക്ടിവിറ്റി കൂടിയ ആൾ ആനോഡും റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ കാഥോഡ് ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ആയിരിക്കും. സിങ്ക് ടു കോപ്പർ.
ഈ ഓക്സിഡേഷൻ, ആനോഡിലെ റിയാക്ഷൻ ഓക്സിഡേഷൻ, സിങ്കിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതി കൊടുക്കുക കേട്ടോ. വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് വിച്ച് മെറ്റൽ ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ് വെൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് അവിടെ ഷോർട്ട് ഫോം പഠിച്ചു നോക്കുക, ACCS, ആനോഡിൽ ക്ലോറിൻ, കാഥോഡിൽ സോഡിയം. സോ ഡെപ്പോസിറ്റ് അറ്റ് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന ചോദ്യം, ആൻസർ ഈസ് സോഡിയം. ഇനി ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എഴുതി കൊടുക്കുക. ദെൻ കോപ്പർ ഓൺ അയൺ ബാങ്കിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുക, ആൻസർ ഈസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അഗെയിൻ വീണ്ടും ഒരു ഗാൽവാനിക് സെല്ലിലെ ചോദ്യം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനർജി ചേഞ്ച് എന്താണെന്ന് ചോദിക്കുന്നു. സോ ഇറ്റ് ഈസ് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇതും നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യമാണ്. അടുത്തത്, വെൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് ഇലക്ട്രോലൈസ്ഡ്, അഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഈസ് വൺ ഓഫ് ദ പ്രാക്ടിക്കൽ യൂട്ടിലൈസ് ഓഫ് ഇലക്ട്രോളിസിസ്. വിച്ച് മെറ്റൽ ഈസ് കണക്ട് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഇൻ ദിസ് പ്രോസസ്. നെഗറ്റീവ് ടെർമിനൽ ആരാണ് കണക്ട് ചെയ്യുക, അയൺ ബാങ്കുകൾ. പോസിറ്റീവിൽ കോപ്പർ ആയിരിക്കും. ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ ഈ ഇലക്ട്രോളിസിൻ്റെ ഏതെങ്കിലും വൺ പെക്യുലർ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ആണോ, റീഫൈനിങ് ഓഫ് മെറ്റൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം. അത് ഗാൽവാനിക് സെല്ലിൽ അടുത്തൊരു ചോദ്യമാണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ്, ഞാൻ പറയുന്നില്ല. അടുത്തത് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. A galvanic cell is constructed by silver and copper. Reactivity of copper is greater than silver. Okay, what is the energy change? Galvanic cell നടക്കുന്ന chemical to electrical energy. ഇത് direction of flow of electron. Anode to cathode ആയിരിക്കും. Anode copper, then to silver. Name of the cathode silver. Then anode reaction oxidation ആയിരിക്കും. ആർക്ക് oxidation നടക്കുക, കോപ്പറിന്. കോപ്പറിന്റെ oxidation is Cu gives Cu2++ 2 electron. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഗാൽവാനിക് സെല്ലിലെ ചോദ്യമാണ്. നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ മക്കളെ, ഇത് നിങ്ങൾക്ക് വിട്ടുവന്നു. വീണ്ടും പറഞ്ഞ വീഡിയോ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. പിന്നെ അടുത്തൊരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യാം. ഇവിടെ കോപ്പർ മെറ്റൽ ഈസ് ഇൻമേഴ്സ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ഇസ് എ റിഡോക്സ് റിയാക്ഷൻ. വൈ? ബിക്കോസ് ഇവിടെ ഓക്സിഡേഷൻ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്, അതുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റിഡക്ഷനും ഓക്സിഡേഷനുള്ള റിയാക്ഷനെ വിളിക്കുന്നവരാണ് റിഡോക്സ് റിയാക്ഷൻ. വാട്ട് ചേഞ്ച് ക്യാൻ ബി ഒബ്സർവ് ഓൺ ദ കോപ്പർ പ്ലേറ്റ്? കോപ്പർ പ്ലേറ്റിൽ എന്താണ് വ്യത്യാസങ്ങൾ കാണാം? കോപ്പർ പ്ലേറ്റ് ബിക്കംസ് സിൽവറി ബൈ ദ ഡെപ്പോസിറ്റ് ഓഫ് സിൽവർ ഓൺ ഇറ്റ്. ഓക്കെ, ഇനി പറയുന്നത് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. Cu gives Cu2++2 ഇലക്ട്രോൺ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഗാൽവാനിക് സെൽ ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് മെഗ്നീഷ്യം ആൻഡ് കോപ്പർ. മെഗ്നീഷ്യം കോപ്പറും കൊണ്ട് ഒരു ഗാൽവാനിക് സെൽ കൺസ്ട്രക്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനർജി ചേഞ്ച്. നമുക്കറിയാം കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. മക്കളെ എനർജി ചേഞ്ച് ആരും തെറ്റിക്കരുത് കേട്ടോ. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഗാൽവാനിക് സെല്ലോ അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെല്ലോ. ഗാൽവാനിക് സെല്ലാണെങ്കിൽ കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രോളിറ്റിക് സെല്ലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. നേരെ തിരിച്ച് എഴുതിയാൽ മതി. വിച്ച് ഇസ് ദ ആനോഡ് ഓഫ് ദ ഗിവൺ ഗാൽവാനിക് സെൽ? ഇവിടെ ആരായിരിക്കും ആനോഡ്? റിയാക്ടിവിറ്റി കൂടിയ ആൾ ആരാ? മെഗ്നീഷ്യം. അടുത്തത് കാഥോഡിലെ റിയാക്ഷൻ എഴുതാൻ. കാഥോഡിൽ കോപ്പർ അല്ലേ, കാഥോഡ് ഓൾവേസ് റിഡക്ഷൻ നടക്കുക. അപ്പോൾ കോപ്പറിന്റെ റിഡക്ഷൻ എഴുതിയാൽ മതി. Cu2++2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഹൗ മെനി ഗാൽവാനിക് സെൽസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദിസ് മെറ്റൽ Mg, Z and Cu? 3 എണ്ണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാം കേട്ടോ എക്സാമിലേക്ക് പോകുന്ന സമയത്ത്.